ഹലോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഫാത്തിമ മാതാ പള്ളിയിലെ ഫാത്തിമ നാഥയുടെ തിരുനാളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിലാണ് എട്ടാമത്തെ തിരുനാൾ വരുന്നത്. ഒക്ടോബർ 13-ാം തീയതിയാണ് ഫാത്തിമ നാഥയുടെ തിരുനാളായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒക്ടോബർ 13-ാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഇവിടെ നമ്മൾ എട്ടാമിടമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെ ആയിട്ടാണ്. അപ്പോൾ അതിനൊരുക്കമായിട്ട് ഇന്ന് ഇവിടെ വിപുല സമൃദ്ധമായ നേർസദ്യയുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയിലത്തെ വിശുദ്ധ കുർബാനയും കാറ്റഗിസവും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ രണ്ട് ഇടവകകളും നമ്മൾ അയൽ ഇടവകകളാണ് തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് തന്നെ അതേപോലെയാണ് നമ്മൾ അവിടുത്തെ പള്ളിയിൽ ഇവിടത്തെയും അങ്ങനെയാണ് നമ്മളെപ്പോഴും പോകാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കാറ്റഗിസത്തിന് ശേഷം നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഫാത്തിമ മാതയുടെ രൂപം ഇന്ന് നമ്മൾ ആദ്യത്തെ പെരുന്നാളിനേൽ വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ വേറൊരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അന്നത്തേതിൻ്റെയും ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേർസദ്യയാണ്. അതിൻ്റെ ക്യൂ ആണ് കണ്ടത്. വളരെ വിപുല സമൃദ്ധമായ നേർസദ്യയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള ഒരുപാട് കൗണ്ടറുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടും അവിടുത്തെ ആ ഒരു ക്യൂവിൻ്റെ ഒക്കെ സിസ്റ്റം വളരെ ഭംഗിയായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഇതൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ കൂപ്പൺ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ ഹോളിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫാത്തിമ മാത ആ ഹോളിൻ്റെ അകത്ത് ആ ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് വീടുകളിലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാതാവിൻ്റെ നേർസദ്യ കൊടുത്താൽ ഒരുപാട് അനുഗ്രഹമാണല്ലോ. ഈ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു നേർസദ്യ ഇന്ന് ഒക്ടോബർ 19-ാം തീയതിയാണ്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ